AD 70 ആ ജൂലൈ 20 അന്നായിരുന്നു മനുഷ്യന്റെ അഹങ്കാരവും യേശുക്രിസ്തുവിന്റെ പ്രവചനവും നേർക്കുനേർ വരികയും നൂറ്റാണ്ടുകളായി യഹൂദന്മാരുടെ വിശ്വാസത്തിന്റെ കേന്ദ്രമായിരുന്ന ജെറുസലേം ദേവാലയം അഗ്നിക്കിരയാക്കുകയും ചെയ്തത്. എന്നാൽ ഇത് ചരിത്രത്തിന്റെ ഏടുകളിലെ കേവലം ഒരു യുദ്ധത്തിന്റെ കഥയല്ല, മറിച്ച് അതിനും 40 വർഷങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തു പറഞ്ഞ പ്രവചനങ്ങളുടെ അത്ഭുതകരമായ നിറവേറൽ കൂടിയായിരുന്നു. ജെറുസലേം യഹൂദരുടെ വിശുദ്ധ നഗരം. ഹെരോദാവ് മഹത്തായ ശില്പകലയിൽ പണിത ദേവാലയം അതിന്റെ ഹൃദയത്തിലായിരുന്നു. അക്കാലത്തെ ലോകത്തിലെ അത്ഭുത നിർമ്മിതികളിൽ ഒന്ന്. വെളുത്ത മാർബിളും സ്വർണ്ണാഭരണങ്ങളും സൂര്യപ്രകാശത്തിൽ തിളങ്ങുമ്പോൾ അത് മഞ്ഞുമല പോലെ പ്രകാശിച്ചിരുന്നുവെന്നാണ് ചരിത്രകാരനായ ജോസിഫസ് പോലും കുറിച്ചത്. ശില്പകലയുടെ പ്രൗഢി വിളിച്ചോതിയ ആ ആലയം ഒരിക്കലും തകരില്ല എന്ന് അവർ വിശ്വസിച്ചു. കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ ജെറുസലേം ദേവാലയത്തെ നോക്കി വിതുമ്പിക്കയറി. വെണ്ണക്കല്ലുകളും സ്വർണ്ണപ്പാളികളും കൊണ്ട് നിർമ്മിച്ച ആ മഹാ അത്ഭുതം കാണിച്ചു കൊടുത്ത ശിഷ്യന്മാരോട് AD 30 ഒരു ദിവസം ദേവാലയത്തിലെത്തിയ യേശുക്രിസ്തു ഒരു ഞെട്ടിക്കുന്ന പ്രവചനം നടത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതെല്ലാം കാണുന്നുവല്ലോ, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. മത്തായി 24:2 പറയുന്നത് പോലെ അത് വിശ്വസിക്കുവാൻ ശിഷ്യന്മാർക്ക് മനസ്സ് വന്നില്ല. ജെറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ നാശം അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ, പട്ടണത്തിലുള്ളവർ അവിടം വിട്ടുപോകട്ടെ, ഗ്രാമത്തിലുള്ളവർ പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കട്ടെ എന്നും യേശു ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിരുന്നു. ലൂക്ക 21, 20, 21 വചനങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. യേശുവിൻ്റെ മരണത്തിനും പുനരുദ്ധാനത്തിനും ശേഷം ഏതാണ്ട് 40 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പ്രവചനം യാഥാർത്ഥ്യമാകാൻ തുടങ്ങി. AD 66 റോമൻ ഭരണത്തിനെതിരെ യഹൂദർ കടുത്ത വിപ്ലവം ആരംഭിച്ചു. ഇതിനെ അടിച്ചമർത്താൻ റോമൻ ചക്രവർത്തി വെസ്പേഷ്യൻ തന്റെ മകനായ തീത്തോസ് ജനറലിന്റെ നേതൃത്വത്തിൽ ഒരു വൻ സൈന്യത്തെ ജെറുസലേമിലേക്ക് അയച്ചു. AD 70 തുടക്കത്തിൽ തീത്തോസിന്റെ സൈന്യം ജെറുസലേം നഗരത്തെ പൂർണ്ണമായും വളഞ്ഞു. നഗരത്തിലേക്കുള്ള ആഹാരവും വെള്ളവും തടസ്സപ്പെട്ടു. യേശുക്രിസ്തു ഒലിവ് മലയിൽ വെച്ച് പ്രവചിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ജെറുസലേം നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ കേന്ദ്രമായിരുന്നു അന്റോണിയ കോട്ട. വിശുദ്ധ ദേവാലയത്തിന് തൊട്ടടുത്ത് അതിന് കാവലായി നിന്നിരുന്ന സുദൃഢമായ കോട്ട. കഠിനമായ യുദ്ധത്തിനൊടുവിൽ AD 70 ജൂലൈ 20 തീത്തോസിന്റെ നേതൃത്വത്തിലുള്ള റോമൻ സൈന്യം ആ പ്രതിരോധം തകർത്തുകൊണ്ട് അന്റോണിയ കോട്ട പിടിച്ചടക്കി. ആന്റോണിയ കോട്ടയുടെ പതനത്തോടെ വിശുദ്ധ ദേവാലയത്തിലേക്കുള്ള വഴി റോമൻ സൈന്യത്തിന്റെ മുന്നിൽ തുറക്കപ്പെട്ടു. യഹൂദന്മാരുടെ അവസാന പ്രതീക്ഷയും അവിടെ തകർന്നു. തുടർന്ന് നടന്നത് മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും വലിയ കൂട്ടക്കുരുതികളിലൊന്നാണ്. കോട്ട പിടിച്ചടക്കിയ റോമൻ സൈനികർ ദേവാലയത്തിലേക്ക് ഇരച്ചു കയറി. തീത്തോസ് ദേവാലയം നശിപ്പിക്കരുത് എന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഒരു സൈനികൻ എറിഞ്ഞ തീപ്പന്തം ദേവാലയത്തിന്റെ സ്വർണ്ണപ്പാളികളിൽ പടർന്നു പിടിച്ചു. മഹാദേവാലയം കത്തി അമർന്നു. കല്ലുകൾക്കിടയിലൂടെ ഉരുകിയൊലിച്ച സ്വർണം ശേഖരിക്കാനായി റോമൻ സൈനികർ ഓരോ കല്ലും ഇളക്കി മാറ്റി. യേശു പറഞ്ഞ ആ വാക്കുകൾ അക്ഷരം പ്രതി സംഭവിച്ചു. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എന്നത്. തൻ്റെ ശത്രുക്കൾ നിന്നെ ചുറ്റുമതിൽ കെട്ടി എല്ലാ ഭാഗത്തു നിന്നും നിന്നെ ഞെരുക്കുമെന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നഗരം പൂർണ്ണമായും ശത്രുക്കളാൽ വളഞ്ഞു. തീത്തൂസ് കൈസറിന്റെ സൈന്യം നഗരത്തെ ചുറ്റി പ്രതിരോധ ഭിത്തി നിർമ്മിച്ചു. വെള്ളവും ഭക്ഷണവും തീർന്നു. നഗരത്തിനകത്ത് പട്ടിണിയും ആഭ്യന്തര സംഘർഷവും രൂക്ഷമായി. ജൂതന്മാർ അവഗണിച്ചെങ്കിലും ആദ്യകാല ക്രൈസ്തവർ യേശുവിൻ്റെ മുന്നറിയിപ്പ് മറന്നിരുന്നില്ല. ചരിത്രരേഖകൾ പ്രകാരം ജെറുസലേം വളയപ്പെടുന്നതിന് മുൻപ് അനേകം ക്രൈസ്തവർ ജോർദാന് അപ്പുറമുള്ള പെല്ല എന്ന പ്രദേശത്തേക്ക് മാറിയിരുന്നു. യേശുവിൻ്റെ പ്രവചനങ്ങളെ അവർ ഗൗരവമായി എടുത്തിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. AD 70 ജെറുസലേമിൻ്റെ പതനം വെറുമൊരു സൈനിക വിജയം മാത്രമല്ല, ചരിത്രവും വിശ്വാസവും ഒരേ വേദിയിൽ സംഗമിച്ച നിമിഷമാണത്. യേശുക്രിസ്തു പറഞ്ഞതുപോലെ നഗരം വളയപ്പെട്ടു, ദേവാലയം കത്തി നശിച്ചു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിച്ചു നീക്കപ്പെട്ടു. ഇന്നും ജെറുസലേമിൻ്റെ അവശിഷ്ടങ്ങൾ ഒരു ചരിത്ര സാക്ഷ്യം പോലെ നിലനിൽക്കുന്നു.